തെരഞ്ഞെടുപ്പ് രംഗത്തെ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാം. ആളുകൾക്ക് എന്താണ് പറയാനുള്ളത്? ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തെരഞ്ഞെടുപ്പ് രംഗത്തെ വാർത്തകൾ വളരെ സജീവമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖരനും കെ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും മത്സരിക്കുമെന്നത് തീരുമാനമായി. കോൺഗ്രസിന്റെ കെ മുരളീധരൻ ഇന്ന് പറഞ്ഞ ടോണിൽ പറഞ്ഞാൽ ഇവർക്കൊക്കെ മത്സരിക്കാൻ മൂടുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP വൻ വിജയ സാധ്യതയാണ് സ്വയം കൽപ്പിക്കുന്നതും. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രകടനമെല്ലാം ആത്മവിശ്വാസം പകരുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നേതാക്കളൊക്കെ മത്സര രംഗത്തേക്ക് എത്തുമ്പോൾ ഇവർക്ക് എത്രമാത്രം ജനപ്രീതി ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ വിഷയം. BJP നേതാക്കളിൽ ഏറ്റവും കൂടുതൽ വിജയ സാധ്യത ആർക്ക് എന്നത് ഒരു ചോദ്യമാണ്. ആകാശ് തലത്തിൽ ഇക്കാര്യം കുറച്ച് ആളുകളോട് ചോദിച്ചിട്ടുണ്ട്. അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥികളായി കെ സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ, രാജീവ് ചന്ദ്രശേഖർ എന്നിവർ മത്സരരംഗത്തുണ്ടാവും. ഇതിലാർക്കാവും വിജയസാധ്യത കൂടുതൽ? പൊതുജനാഭിപ്രായം തേടാം. ഇത് ഈ 3 മണ്ഡലത്തിലും ജയിക്കാൻ ആർക്കും സാധ്യതയില്ല. അതിലേറ്റവും ജയിക്കാൻ കുറച്ച് സാധ്യത നേമത്താണ്. നേമത്ത് ജയിക്കില്ല. എന്നാലും BJP അധികാരത്തിലില്ല, ജയിക്കാൻ സാധ്യത കുറവാണ്. ജയിക്കണമെങ്കിൽ കോൺഗ്രസ് വോട്ട് ചെയ്യേണ്ടി വരും ആയിരിക്കും ചന്ദ്രശേഖരന്. എന്നാലെങ്കിൽ ഒറ്റയ്ക്ക് BJP ജയിക്കാൻ സാധ്യത നേമത്ത് കാണുന്നില്ല. ഇപ്രാവശ്യത്തെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നോക്കണ്ട, നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കണ്ട, അതൊക്കെ ഒരു വേറെ വിധത്തിലുള്ള ജനങ്ങൾ പോയതാണ്. കാരണം ആ കാരണം വെച്ചിട്ടൊന്നും നോക്കിയാലും BJPക്ക് ഈ കേരളത്തിൽ ഒരു സീറ്റ് കിട്ടാൻ സാധ്യതയില്ല. ജയിച്ചിട്ട് വലിയ കാര്യമില്ലല്ലോ. ഇപ്പോൾ കോർപ്പറേഷനിൽ തന്നെ ഒരാളെ ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ട് ഒരാളെ ഭൂരിപക്ഷം കുറച്ച് ജയിച്ചിട്ട് തന്നെ ഇപ്പോൾ അവിടെ വലിയ പ്രശ്നങ്ങളാണ്. പിന്നെ ഒരു 3 ആൾ ജയിച്ചിട്ട് കാര്യം. കോൺഗ്രസ് ഇപ്പം ഇപ്പം നമ്മൾ കാണുന്നില്ല. ഇപ്പോൾ കേന്ദ്രത്തിൽ കാര്യങ്ങളും പറയാന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിൽ സ്ഥിതി തന്നെയാണ്. കോൺഗ്രസിൻ്റെ ആളുകൾ അങ്ങോട്ട് പോവുക, എങ്ങോട്ടേ BJPയിലേക്ക്. അപ്പോൾ അതുകൊണ്ട് വിജയം എന്ന് പറഞ്ഞാൽ BJPക്ക് ഏകദേശം ഒരു 2-3 സീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് കേരളത്തിലെ. ഇവിടെ കോൺഗ്രസിന് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. മനുഷ്യർക്ക് വിശ്വാസമില്ല കോൺഗ്രസിന്. മനസ്സിലായില്ലേ? ഓലെ അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തന്നെ നമുക്ക് എടുത്തു നോക്കിയാൽ ഏകദേശം മനസ്സിലാവും. കാരണം എന്താണെന്നുള്ളത് തിരുവനന്തപുരവും അങ്ങനെ എവിടെയും ജയിച്ചോടത്തൊക്കെ നമുക്ക് എടുത്തു നോക്കിയാൽ മനസ്സിലാവും. കാരണം കോൺഗ്രസിൻ്റെ വോട്ടിനെ കാണാനില്ല. ഈ 3 സ്ഥാനാർത്ഥികൾക്ക് ഒരുപോലെ വിജയസാധ്യതയുണ്ടെന്നാണ് എനിക്ക് ഇവിടെ പ്രവർത്തനത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ശോഭാ സുരേന്ദ്രൻ പിന്നെ ഒരു ക്രൗഡ് പുള്ളറായതുകൊണ്ട് ഏത് നിയമസഭാ മണ്ഡലത്തിൽ പോയാലും വോട്ട് വർദ്ധിപ്പിക്കുന്ന ട്രെൻഡ് ഉള്ളത് കൊണ്ട് ശോഭാ സുരേന്ദ്രനൊരു സ്ത്രീജനപക്ഷപാതം വെച്ചെങ്ങാണ്ട് കൂടുതൽ സാധ്യത കൂടുതലാണ്. 3 ആളും ഒന്നിനൊന്ന് മെച്ചാണ്. അയ്യപ്പൻ്റെ വിഷയങ്ങൾ വരെ വന്ന നേരത്തെ, ശബരിമല വിഷയങ്ങൾ വരെ വന്ന നേരത്തെ സുരേന്ദ്രനെ ചുറ്റിപ്പറ്റി ശോഭനെ ചുറ്റിപ്പറ്റിയൊക്കെ ഉണ്ടായത് ഭയങ്കര രീതിയിലുള്ള വിമർശനങ്ങളായിരുന്നു. ഇപ്പോൾ രാജീവ് മുന്നിലേക്ക് വന്നതിന് ശേഷം ഭയങ്കര മാറ്റമാണ് BJP മുന്നിലേക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. പൊതുജനാഭിപ്രായ പ്രകാരം ശോഭാ സുരേന്ദ്രനാണ് ഇത്തവണ സാധ്യത ഏറെ എന്നാണ് ആളുകൾ പറയുന്നത്. എന്നാൽ NDA ഇത്തവണയും ഒരു സീറ്റ് പോലും നേടില്ലെന്നും പൊതുജനാഭിപ്രായമുണ്ട്. കോഴിക്കോട് നിന്നും ക്യാമറമാൻ സുൽത്താനോടൊപ്പം ആകാശ് തടത്തിൽ, ന്യൂസ് മലയാളം. ശോഭാ സുരേന്ദ്രന് കുറച്ച് ആളുകളുടെ പിന്തുണയുണ്ട്. ക്രൗഡ് പുള്ളറാണ് എന്നതടക്കമുള്ള രീതിയിലൊക്കെയാണ് ആളുകൾ പറയുന്നത്. എന്തായാലും അത്തരത്തിൽ ആളുകൾ അക്കാര്യത്തേക്ക് നോക്കി കാണുന്നുണ്ട് എന്നുള്ളതാണ്.